വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ലൂക്കോസ് 11 അധ്യായം 1 മുതൽ 13 വരെ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ സമയം പ്രാർത്ഥിച്ചുവെന്ന് സുവിശേഷങ്ങളിൽ കാണുന്നു. എന്നാൽ ഒരിക്കലും താനും ശിഷ്യന്മാരും ഒരേ പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി കാണുന്നില്ല. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, യേശു ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരോടോ മറ്റുള്ളവരോടോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് യോഹന്നാൻ 14 അധ്യായം 13-14 വാക്യങ്ങളിൽ കാണാം. യേശുവിനോടാണ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ടതെന്ന് യേശു തന്നെ പഠിപ്പിച്ചു. അല്ലാതെ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം യേശു പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ദൈവം തന്നെയാണ്. യേശുവിന് തൊട്ടു മുൻപ് പാലസ്തീനിൽ ജീവിച്ചിരുന്ന യോഹന്നാൻ സ്നാപകന് ശിഷ്യന്മാരുണ്ടായിരുന്നു. തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുമ്പ്. അവർ ഏതാണ്ട് സമകാലീനർ തന്നെയായിരുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ ദൈവപുത്രന് വഴിയൊരുക്കുന്നവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെയും സ്നാനം കഴിപ്പിച്ചു. അതിനുശേഷമാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. യേശുവിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ പലരും യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറി. യോഹന്നാൻ ചെയ്തതും പഠിപ്പിച്ചതും കണ്ടവരായിരുന്നു ആ ശിഷ്യന്മാർ. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആ ശിഷ്യന്മാർക്കറിയാമായിരുന്നു. യേശു തനിയെ പ്രാർത്ഥിക്കുന്നത് പല പ്രാവശ്യം ഈ ശിഷ്യന്മാർ കണ്ടിട്ടുമുണ്ട്. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നതായി നാം വായിക്കുന്നുണ്ടല്ലോ. യേശുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല.
എന്നാൽ ഇപ്പോൾ ലൂക്കോസ് 11 അധ്യായത്തിൽ യേശു പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ അടുത്തു വന്ന് യേശുവിനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ആ പ്രാർത്ഥന പരിശോധിക്കുന്നതിന് മുൻപ് ആ ശിഷ്യന്മാർ ഇത്തരം ഒരാവശ്യം ഉന്നയിക്കാൻ എന്തായിരുന്നു കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. 9 അധ്യായത്തിൽ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർക്ക് എങ്ങനെയെങ്കിലും പുരുഷാരത്തെ ഒഴിവാക്കുവാനായിരുന്നു താല്പര്യം. പക്ഷേ ശിഷ്യന്മാരുടെ താല്പര്യത്തിന് വിരുദ്ധമായി യേശു അന്ന് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു, 5 അപ്പവും 2 മീനും കൊണ്ട്. പിന്നീട് യേശു പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു? അതിനുശേഷം നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നും ശിഷ്യന്മാരോട് ചോദിച്ചു. ആ ചോദ്യത്തിന് പത്രോസാണ് ഉത്തരം പറഞ്ഞത്. ദൈവത്തിൻ്റെ ക്രിസ്തു എന്നാണ് പത്രോസിൻ്റെ ഉത്തരം. എന്നാൽ യേശു അതിനുശേഷം തനിക്ക് സംഭവിക്കുവാനുള്ള ക്രൂശ് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യേശുവിന് ആ കാര്യത്തിൽ പത്രോസിനെ ശാസിക്കേണ്ടി വന്നു. അതിനുശേഷം ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചും താൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ പരിപാടികൾ മനസ്സിലായിരുന്നില്ല. അതിനുശേഷം മറുരൂപമലയിൽ വെച്ചും താൻ പറയുന്നതെന്തെന്നറിയാതെ പത്രോസ് യേശുവിനെ മോശയോടും ഏലിയാവിനോടും താരതമ്യം ചെയ്തു. സ്വർഗത്തിൽ നിന്നുമുള്ള ശബ്ദമാണ് ഇത്തവണ പത്രോസിനെ തിരുത്തിയത്. യേശു മോശയ്ക്കും ഏലിയാവിനും സമനല്ല എന്ന സത്യമാണ് തേജസ്സിൽ നിന്നും കേട്ട ആ ശബ്ദം ആ 3 ശിഷ്യന്മാരെ അറിയിച്ചത്. മറുരൂപമലയുടെ താഴെ മറ്റു ശിഷ്യന്മാർ ആ സമയത്ത് മറ്റൊരു പ്രശ്നം നേരിടുകയായിരുന്നു. അവർക്ക് സൗഖ്യം നൽകാൻ കഴിയാതിരുന്ന ഒരു ബാലൻ. യേശു താഴെ ഇറങ്ങി വന്നപ്പോൾ അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് യേശു അവരോട് പറഞ്ഞു. ഇതിനിടയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വാദം നടക്കുന്നുണ്ടായിരുന്നു. ആരാണ് വലിയവൻ എന്നതായിരുന്നു വിഷയം. ഒരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. യോഹന്നാൻ അവനെ വിരോധിച്ചു. പക്ഷേ യേശു അതിന് യോഹന്നാനെയാണ് ശാസിച്ചത്. യേശുവിനെ സ്വീകരിക്കാൻ മടിച്ച ശമര്യക്കാരെ തീ ഇറക്കി കൊല്ലണമെന്നാണ് യാക്കോബും യോഹന്നാനും പറഞ്ഞത്. യേശു വീണ്ടും അവരെ ശാസിച്ചു. 70 ശിഷ്യന്മാരെ വിവിധ ഗ്രാമങ്ങളിലേക്ക് അതിനുശേഷം യേശു അയച്ചു. ഭൂതങ്ങൾ അവർക്ക് കീഴടങ്ങുന്നു എന്നതാണ് ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ട കാര്യം. പക്ഷേ യേശു അവരെ വീണ്ടും തിരുത്തി. ഭൂതങ്ങൾ കീഴടങ്ങുന്നതല്ല പ്രധാനം, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പിൻ എന്നവരോട് പറഞ്ഞു. ഇങ്ങനെ തുടർച്ചയായി അനവധി കാര്യങ്ങളിൽ യേശു ശിഷ്യന്മാരെ തിരുത്തുകയും ശാസിക്കുകയും ചെയ്തു. യേശു തനിയെ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ പ്രാർത്ഥിക്കുന്നുമില്ല. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾക്ക്, അതാരാണെന്ന് നമുക്കറിയില്ല, ഒരാൾക്ക് തോന്നി അവർ വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ല. അതിനൊരു മാറ്റം ഉണ്ടാകണം എന്നയാൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അയാൾ യേശുവിനോട് അപേക്ഷിച്ചു. ഈ അപേക്ഷ യേശുവിന് വളരെ ഇഷ്ടമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിനു മുമ്പ് ശിഷ്യന്മാർ ചോദിക്കുകയും പറയുകയും ചെയ്ത ഒട്ടുമിക്ക കാര്യങ്ങളെയും യേശു തിരുത്തുകയോ ശാസിക്കുകയോ ചെയ്തിരുന്നു. എന്നാൽ പ്രാർത്ഥിക്കാനുള്ള അപേക്ഷ യേശു ഒരു തടസ്സവും പറയാതെ അംഗീകരിക്കുകയും ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. ഇത് മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ ചില വ്യത്യാസം 2 സുവിശേഷങ്ങളിലെ പ്രാർത്ഥനകളിലുമുണ്ട്. പക്ഷേ അതിൽ വിരോധാഭാസങ്ങളായി ഒന്നുമില്ല. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. പലരും അതിനെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നാണ് വിളിക്കുന്നത്. ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, മറിച്ച് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഒരിക്കലും കർത്താവ് പ്രാർത്ഥിക്കുകയില്ല. അതുകൊണ്ട് ഇതൊരിക്കലും കർത്താവിൻ്റെ പ്രാർത്ഥന അല്ല. മത്തായി സുവിശേഷത്തിൽ ഈ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും മുമ്പ് അർത്ഥമില്ലാത്ത ജൽപ്പനം, അത് പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് യേശു പറഞ്ഞു. അർത്ഥമില്ലാത്ത ജൽപ്പനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം തന്നെ 10 പ്രാവശ്യം 20 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇത് പറഞ്ഞിട്ടാണ് താൻ ഈ മാതൃകാ പ്രാർത്ഥന പഠിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം
ഈ പ്രാർത്ഥന പോലും അർത്ഥമില്ലാതെ ഉരുവിടുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നല്ലേ? കർത്താവ് പ്രാർത്ഥനയുടെ ഒരു മാതൃകയാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതൊരു മന്ത്രം പോലെ ഉരുവിടുന്നത് തീർച്ചയായും പ്രാർത്ഥനയല്ല. അതുകൊണ്ട് ദൈവപ്രസാദം ഉണ്ടാകുകയുമില്ല. ഇനി നമുക്ക് ഈ പ്രാർത്ഥനയെ ഒന്ന് പരിശോധിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. ദൈവം സ്വർഗത്തിലും മനുഷ്യരായ നമ്മൾ ഭൂമിയിലുമാണ്. അത് ദൈവത്തിൻ്റെ മഹത്വത്തെയും വലിപ്പത്തെയും കാണിക്കുന്നു. ആ ബഹുമാനം തീർച്ചയായും നാം ദൈവത്തിന് കൊടുക്കണം. ദൈവം ഞങ്ങളുടെ പിതാവാണ് എന്ന സത്യവും പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർക്കണം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മക്കളായവരാണ് ഈ വിധത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവം എൻ്റെ പിതാവാണോ, ഞാൻ ദൈവത്തിൻ്റെ സന്തതി പൈതൽ ആണോ എന്ന കാര്യം ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥന മുഴുവൻ അസാധുവായിരിക്കും. 2-ാം വാക്യത്തിൽ പിന്നീട് നാം കാണുന്നത് നിൻ്റെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം എന്നീ കാര്യങ്ങളാണ്. പ്രാർത്ഥന പ്രധാനമായും ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. പലപ്പോഴും പലരുടെയും പ്രാർത്ഥന അവരെ തന്നെ കേന്ദ്രീകരിച്ചുള്ളതാണ്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് ഈ പ്രാർത്ഥനയിലെ പ്രധാന വ്യക്തിയെന്ന് നാം മറക്കരുത്. 3-ാം വാക്യത്തിൽ നമ്മുടെ അനുദിന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അന്നുള്ള ആഹാരം ദിനംപ്രതി തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്നുള്ള ആഹാരമാണ്, അല്ലാതെ സദ്യയല്ല. നമ്മുടെ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളല്ല. കൂടാതെ ദിവസം പ്രതിയുള്ള ആവശ്യങ്ങളാണ്, മാസം പ്രതിയോ വർഷം പ്രതിയോ ഉള്ള ആവശ്യങ്ങളല്ല, ദിനം പ്രതി. പലർക്കും ഈ സത്യം മനസ്സിലായിട്ടില്ല. മനസ്സിലായാൽ തന്നെ അനുസരിക്കാറുമില്ല. ഒരു ജീവിതകാലം മുഴുവനും സുഖമായി ജീവിക്കുവാനുള്ള വസ്തുവകകൾ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ട എന്നാണ് പലരും കരുതുന്നത്. അതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അനേക വർഷങ്ങൾ ജീവിക്കാനുള്ളത് സ്വരുക്കൂട്ടി വയ്ക്കാനാണ് പലരും ജീവിതത്തിൽ ശ്രമിക്കുന്നത്. എന്നാൽ അങ്ങനെ ചെയ്ത ഒരു ധനികനായ മനുഷ്യനെ മൂഢനെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ഉണ്മാനും ഒടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിനെന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്. അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ആയിരുന്നപ്പോൾ ദൈവം അവർക്ക് ഓരോ ദിവസത്തേക്കുമുള്ള ഭക്ഷണം നൽകിയിരുന്നു. അത് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെച്ചപ്പോൾ ആ സ്വർഗീയ ഭക്ഷണം പുഴുത്ത് നാറ്റം പിടിച്ചു. ആർത്തി മൂത്ത് കൂടുതൽ മന്ന പെറുക്കിയവരെക്കുറിച്ച് നാം വായിക്കുന്നത് കൂടുതൽ പെറുക്കിയവന് കൂടുതലും കുറേ പെറുക്കിയവന് കുറേയും കണ്ടില്ല എന്നാണ്. ദൈവം നമ്മുടെ ഓരോ ദിവസത്തെയും ആവശ്യം നടത്തിത്തരും എന്നാണ് വാഗ്ദത്തം. അതിനുവേണ്ടി നാം ദൈവത്തിൽ ആശ്രയിക്കണം. 4-ാം വാക്യത്തിൽ തങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് കാണുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് അവ യേശുവിനോട് ഏറ്റുപറയുന്നവരുടെ പാപങ്ങളെ യേശു ക്ഷമിച്ചു നൽകും. കാരണം മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയായി യേശു നൽകി. ഇങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം നേടിയ ശിഷ്യന്മാരുടെ ജീവിതത്തിലും പാപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ബോധ്യപ്പെടുമ്പോൾ അവ ഓരോന്നും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇത് പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കണം. പക്ഷേ ഈ പ്രാർത്ഥന ഒരു ഉത്തരവാദിത്വം കൂടെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കണം. പാപക്ഷമ ലഭിച്ചു എന്നതിൻ്റെ അടയാളം ആ വ്യക്തി എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു എന്നതാണ്. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയൂ. പരീക്ഷയിൽ കടത്തരുത് എന്നാണ് അടുത്ത പ്രാർത്ഥനാ വാചകം. ലീഡ് അസ് നോട്ട് ഇൻ ടു ടെംപ്റ്റേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ പരീക്ഷയിലേക്ക് നയിക്കരുതേ എന്നാണ്. സ്വർഗസ്ഥനായ പിതാവ് നയിക്കുന്ന വഴി മാത്രം പോകുന്നവർക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും. ഈ മാതൃകാ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ശിഷ്യനും ദൈവവുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. പ്രാർത്ഥനയായിരുന്നു നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ ആ സമയത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം ഒരു കഥയും അല്ലെങ്കിൽ ഒരു ഉപമയും യേശു പറഞ്ഞു. പ്രാർത്ഥനയെപ്പറ്റിയാണ് ആ കഥയ്ക്ക് ശേഷവും യേശു സംസാരിച്ചത്. ഇതിൻ്റെ അർത്ഥം ഈ കഥ അഥവാ ഈ ഉപമ
പ്രാർത്ഥനയെപ്പറ്റി തന്നെയാണ് എന്നല്ലേ? ഈ ഉപമയിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഇവരിൽ ഒന്നാമത്തവനും രണ്ടാമത്തവനും സുഹൃത്തുക്കളാണ്. രണ്ടാമത്തവനും മൂന്നാമത്തവനും തമ്മിലും സൗഹൃദമുണ്ട്. എന്നാൽ ഒന്നാമത്തവനും മൂന്നാമത്തവനും തമ്മിൽ പരിചയമില്ല. ഇത് ഓർത്തിരിക്കുന്നത് ഈ കഥ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവർ ഒരേ നാട്ടിലാണ് താമസിച്ചിരുന്നത്. അയൽപക്കക്കാരായിരുന്നിരിക്കാം. രണ്ടാമത്തവൻ പാവപ്പെട്ടവനായിരുന്നു. മൂന്നാമൻ അല്പം ധനികനാണ്. ഉപമയിലെ സംഭവം നടക്കുന്നത് ഒരു രാത്രിയാണ്. ഒന്നാമത്തെ കഥാപാത്രം അവൻ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ രാത്രിയായി. അക്കാലത്ത് രാത്രി ആരും യാത്ര ചെയ്യില്ല, എവിടെയെങ്കിലും താമസിക്കും. വഴിയമ്പലം ഒന്നുമില്ലായിരുന്നിരിക്കാം. മാത്രമല്ല, അവിടെ അടുത്താണ് തൻ്റെ ഒരു കൂട്ടുകാരൻ താമസിക്കുന്നത് എന്ന് അയാൾക്ക് ഓർമ്മ വന്നു. രാത്രിയിൽ ആ കൂട്ടുകാരൻ്റെ വീട് കണ്ടുപിടിച്ച് വാതിൽക്കൽ തട്ടി. കൂട്ടുകാരൻ വാതിൽ തുറന്നപ്പോൾ തൻ്റെ സ്നേഹിതനെയാണ് കണ്ടത്. ഉടൻ തന്നെ വീട്ടിനുള്ളിലേക്ക് സ്നേഹിതനെ ക്ഷണിച്ചു. അത്താഴത്തിനുള്ള സമയം കഴിഞ്ഞിരുന്നു. കൂട്ടുകാരൻ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്നതെന്ന് വിചാരിച്ചിട്ട് കിടക്കാനുള്ള വട്ടം കൂട്ടുകയാണ്. അപ്പോഴാണ് അതിഥി അത്താഴം കഴിച്ചിട്ടില്ല എന്ന കാര്യം അറിഞ്ഞത്. അതൊരിടുത്തിയായിരുന്നു ആ വീട്ടുകാർക്ക്. കാരണം അവർ അന്ന് അത്താഴപ്പട്ടിണിയായിരുന്നു. ഭക്ഷണമില്ലാത്തതുകൊണ്ട് മുണ്ട് മുറുക്കി ഉടുത്ത് ഉറങ്ങാനായിരുന്നു അന്നത്തെ പരിപാടി. പക്ഷേ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടിലൊരു അതിഥി വന്നിരിക്കുന്നു. അതിഥിയുടെ മുമ്പിൽ വയ്ക്കാൻ അല്പം ഭക്ഷണം ഉണ്ടായേ മതിയാകൂ. അയാൾ തലപുകഞ്ഞ് ആലോചിച്ചു. പെട്ടെന്ന് അയാൾക്കൊരു ബുദ്ധി തോന്നി. എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഗ്രാമത്തിലുണ്ടല്ലോ. അവൻ്റെ വീട്ടിൽ തീർച്ചയായും എന്തെങ്കിലും ഭക്ഷണം കാണും. അവനെ പോയി വിളിക്കാം. അയാൾ രാത്രിയിൽ മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ്റെ വീട്ടിൽ ചെന്ന് കതകിന് മുട്ടി. ഇപ്പോൾ രാത്രി വളരെ വൈകിയിരിക്കുന്നു. അവൻ കതകിന് മുട്ടിയപ്പോൾ തൻ്റെ കൂട്ടുകാരനാണ് അകത്തുള്ളത്. അവൻ ഉണർന്നു. അവൻ ചോദിച്ചു, ആരാണ്? ഇവൻ സ്വയം പരിചയപ്പെടുത്തി. അവൻ പറഞ്ഞു, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു. പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം രാത്രിയിൽ ആരെങ്കിലും വീടിന് വന്ന് മുട്ടിയാൽ നമ്മൾ ജനലിൽ നോക്കും ആരാണെന്ന്. എന്നിട്ട് നാം വാതിൽ തുറക്കും. എന്നാൽ അക്കാലത്ത് അത് ബുദ്ധിമുട്ടാണ്. കാരണം അന്നുള്ള വീടിന് ഒരു മുറിയേ ഉള്ളൂ. ആ മുറിയിലാണ് ആ വീട്ടിലുള്ള എല്ലാവരും കിടക്കുന്നത്. ഇവിടെ ആ മനുഷ്യൻ പറയുന്നു, പൈതങ്ങളും എൻ്റെ കൂടെ കിടക്കുന്നു എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ കിടന്നുറങ്ങുന്നു. അവർ രാത്രിയിൽ ഉണർന്ന് കരയാൻ തുടങ്ങിയാൽ പിന്നെ ആ വീട്ടിൽ അന്നേ ദിവസം ആർക്കും ഉറങ്ങാൻ സാധിക്കില്ല. മാത്രമല്ല, അന്ന് കാലത്ത് മൃഗങ്ങളെയും പക്ഷികളെയും കൂടെ ആളുകൾ വീടിനുള്ളിൽ തന്നെ വയ്ക്കുമായിരുന്നു. കാരണം ദുഷ്ടമൃഗങ്ങൾ പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ആടിനെയും പശുവിനെയും കോഴിയും ഒക്കെ വീടിനകത്ത് തന്നെ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. രാത്രിയിൽ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചാൽ ആടും പശുവും കോഴിയും ഒക്കെ കരയാൻ തുടങ്ങി കുഞ്ഞുങ്ങൾ ഉണർന്നാൽ ആ വീട്ടിലുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത്, ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, ദയവ് ഇത് പോകൂ. അതാണ് സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ അയാൾ പറയും എങ്കിലും ഈ കഥയുടെ അവസാനം യേശു പറയുന്നത് അവൻ എഴുന്നേറ്റ് ഭക്ഷണം കൊടുക്കും. എന്തുകൊണ്ടാണ്? കൂട്ടുകാരനായതുകൊണ്ടാണോ? അല്ല. കൂട്ടുകാരനായതുകൊണ്ട് അവനോട് ധൈര്യമായിട്ട് പറയും, നീ പോയി പണി നോക്ക്, എനിക്കിപ്പോൾ തരാൻ സൗകര്യമില്ല എന്ന് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്, കാരണം കൂട്ടുകാരനല്ലേ. പക്ഷേ അയാൾ എഴുന്നേറ്റ് കൊടുക്കും. എന്തുകൊണ്ടാണ്? 8-ാം വാക്യത്തിൽ അതിൻ്റെ കാരണം പറയുന്നു. അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൂട്ടുകാരനായതുകൊണ്ടല്ല, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം. ഈ വീടിനകത്ത് കിടന്നുറങ്ങിയിരുന്ന കൂട്ടുകാരന് ഒരു കാര്യം മനസ്സിലായി.
എൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നവനെ ഞാൻ ചീത്ത പറഞ്ഞു. അവനോട് പറഞ്ഞു, നീ പോ, ഞാൻ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും അവനെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും അവൻ ആ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. നിരാശപ്പെട്ട് തിരിച്ചു പോകുവാൻ തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇയാൾ അകത്തു നിന്ന് പറഞ്ഞത്. പക്ഷേ അതൊന്നും കേട്ട് നിരാശപ്പെടുകയല്ല, മറിച്ച് ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ. ഇങ്ങനെ ലജ്ജ കൂടാതെ അയാൾ മുട്ടിയതുകൊണ്ട് ഈ കൂട്ടുകാരൻ എഴുന്നേറ്റിട്ട്, ഇവൻ ചോദിച്ചത് 3 അപ്പമാണല്ലോ, 3 അപ്പം എണ്ണിയെടുത്ത് കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. നമ്മളവിടെ വായിക്കുന്നത് വേണ്ടുന്നിടത്തോളം എന്ന് വെച്ചാൽ അവൻ ഏത് പാത്രം കൊണ്ടാണോ വന്നത് ആ പാത്രം നിറച്ച് ഭക്ഷണം അവന് കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം. വീട്ടിൽ ഒരാൾ അതിഥിയായി വന്നു. അയാൾക്ക് കൊടുക്കാൻ പഴയങ്കഞ്ഞി പോലും ഇല്ലാത്ത വീടാണ്. അതിൻ്റെ അർത്ഥം പട്ടിണിക്കാരനാണ്, പാവപ്പെട്ടവനാണ്. ഇവൻ രാത്രിയിൽ ഈ ധനികൻ്റെ വീട്ടിൽ പോയി മുട്ടുന്നത് അവന് ഭക്ഷണം തരണമെന്ന് ചോദിക്കാനല്ല. കാരണം അങ്ങനെ ചോദിച്ചാൽ അയാൾ ഒരിക്കലും ഭക്ഷണം കൊടുക്കില്ല. അവന് പറയാമല്ലോ, നിനക്ക് ഭക്ഷണമില്ലെന്ന് നേരത്തെ അറിയാമായിരുന്നല്ലോ, നീ എന്താ നേരത്തെ ഒന്ന് ചോദിക്കാമായിരുന്നത്, ഞങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ, ഞങ്ങൾ ഭക്ഷണം തരുമായിരുന്നല്ലോ എന്നവർ പറയും. അപ്പോൾ ഇവൻ ഭക്ഷണം ചോദിക്കുന്നത് ഇവന് വേണ്ടിയല്ല. ഇവൻ പട്ടിണിക്കാരനാണെങ്കിലും ഇവന് വേണ്ടിയല്ല ഇവൻ ഭക്ഷണം ചോദിക്കുന്നത്. ഇവൻ്റെ വീട്ടിൽ വിശന്ന ഒരു അതിഥി വന്നിരിക്കുന്നു, അവന് വേണ്ടിയാണ് ഇയാൾ ലജ്ജ കൂടാതെ മുട്ടുന്നത്. ധനികനായ സുഹൃത്ത് എഴുന്നേറ്റു, കതക് തുറന്നു. പിന്നെ അവിടെ ഭക്ഷണത്തിൻ്റെ അളവോ കണക്കോ ഇല്ല. വേണ്ടുവോളം ഈ സുഹൃത്തിന് കൊടുത്തു. അത് ഒരാൾക്ക് മാത്രമുള്ള ഭക്ഷണമായിരിക്കില്ല. ഈ പാതിരായിക്ക് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി മുട്ടിയ ആ സുഹൃത്തുണ്ടല്ലോ, അത്താഴപ്പട്ടിണിക്കാരൻ, അവനും അവൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വന്ന അതിഥിക്കും കഴിക്കാനുള്ള ഭക്ഷണമാണ് ഈ ധനികനായ വ്യക്തി അവൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത്. എന്തിനാണ് യേശു ഈ ഉപമ പറഞ്ഞത്? പ്രാർത്ഥനയെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. ഇത് കഴിഞ്ഞും താൻ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവനേവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനയെക്കുറിച്ചാണ് യേശു പറയുന്നത്. എന്തിനാണ് ഈ കഥ യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഉപയോഗിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സുഹൃത്തേ, ഈ സ്നേഹിതൻ, ഈ രണ്ടാമത്തെ സ്നേഹിതൻ, അത്താഴപ്പട്ടിണിക്കാരൻ ചെയ്യുന്നതാണ് പ്രാർത്ഥന. അവൻ ചോദിക്കുന്നത് അവന് വേണ്ടിയല്ല. അവൻ്റെ വീട്ടിൽ വിശപ്പുള്ള ഒരു അതിഥി വന്നിരിക്കുന്നു. അവൻ്റെ കയ്യിൽ അവന് കൊടുക്കാൻ ഭക്ഷണമില്ല. പക്ഷേ ഭക്ഷണമുള്ള ഒരു വീടിനെക്കുറിച്ച് അവനറിയാം. ആ വീടിൻ്റെ വാതിൽക്കൽ പോയി അവൻ ലജ്ജ കൂടാതെ മുട്ടുകയാണ്. അവൻ ചോദിക്കുന്നത് അവന് വേണ്ടിയോ അവൻ്റെ മക്കൾക്ക് വേണ്ടിയോ അല്ല, വിശന്ന് വീട്ടിൽ വന്ന ഒരു അതിഥിക്ക് വേണ്ടിയാണ്. ഇവൻ രാത്രിയിൽ പോയി കതകിന് മുട്ടുമ്പോൾ കതക് ഉടനെ തുറക്കുകയില്ല. അത് തുറന്നു കിട്ടാൻ ഒരല്പ താമസമുണ്ട്. പക്ഷേ ആ താമസത്തിൻ്റെ സമയം ഇവൻ ഒരു കാര്യം തെളിയിക്കുകയാണ്. ഞാനിവിടെ വന്ന് മുട്ടുന്നത് ഒരു ചടങ്ങായിട്ടല്ല. എനിക്ക് ആത്മാർത്ഥമായി എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന വിശന്നിരിക്കുന്ന അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അവൻ്റെ ആത്മാർത്ഥത തെളിയിക്കുവാനാണ് അവിടെ ഒരു താമസം. ലജ്ജ കൂടാതെ മുട്ടുന്നതിൽ നിന്നും അകത്ത് കിടക്കുന്ന ധനികനായ വ്യക്തിക്കൊരു കാര്യം മനസ്സിലായി. ഇവൻ അപ്പമില്ലാതെ ഇവിടുന്ന് പോകില്ല. ഇതാണ് പ്രാർത്ഥനയിൽ നാം ചെയ്യേണ്ടത്. ഈ പ്രാർത്ഥനയെ മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ഇൻ്റർസെസറി പ്രെയർ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം, ആവശ്യക്കാരായ ആളുകളെ നമുക്കറിയാം,
ആ ആവശ്യം നിറവേറ്റാൻ ശക്തിയുള്ള ഒരാളെയും നമുക്കറിയാം. പിന്നെ നാം ചെയ്യേണ്ടത് എന്താണ്? ആവശ്യക്കാർക്ക് വേണ്ടി അളവ് കൂടാതെ നൽകാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുക, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക. നാം ചുറ്റും നോക്കുമ്പോൾ അനേക പ്രശ്നങ്ങൾ, അനേക ആവശ്യങ്ങൾ നാം കാണുന്നു. ദുരിതത്തിൽ ജീവിക്കുന്ന അനേകർ, പാപത്തിൽ ജീവിക്കുന്ന അനേകർ. അവരെ സഹായിക്കുവാനുള്ള ശക്തി നമുക്കില്ല. അവരെ നല്ല വഴിക്ക് നയിക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ നമുക്കില്ല. എന്നാൽ അതിന് കഴിയുന്ന ധനികനായ ഒരു വ്യക്തി, നമ്മുടെ ദൈവത്തെ നമുക്കറിയാം. ആ ദൈവത്തിൻ്റെ വാതിൽക്കൽ പോയി മുട്ടുക. കർത്താവ് പറഞ്ഞു, ലജ്ജ കൂടാതെ മുട്ടുക. നാം ലജ്ജ കൂടാതെ നിർത്താതെ മുട്ടുമ്പോൾ നാം ദൈവം മുമ്പാകെ തെളിയിക്കുന്ന ഒരു കാര്യം, ഞാനിതൊരു ചടങ്ങായിട്ട് ചെയ്യുന്നതല്ല, ആത്മാർത്ഥമായി ആ വിശന്നിരിക്കുന്ന വ്യക്തിക്ക് തൃപ്തി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറക്കും. വിശന്നിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം ധാരാളമായി നൽകും. പക്ഷേ ദൈവം ആ അപ്പം നൽകുന്നത് വിശന്നിരിക്കുന്ന വ്യക്തിക്ക് നേരിട്ടല്ല, മറിച്ച് തൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നവൻ്റെ കയ്യിലാണ് വേണ്ടുവോളം ഭക്ഷണം ദൈവം കൊടുത്തയക്കുന്നത്. അത് വിശന്നിരിക്കുന്നവന് വേണ്ടി മാത്രമല്ല, ഈ മുട്ടിയവനും അവൻ്റെ കുടുംബത്തിനും കൂടിയാണ്. പ്രിയ സ്നേഹിത, നാം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെയായിരിക്കും. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം നിങ്ങളിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കും. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അനേകർ പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടുന്നത് ദൈവം ഒരുപക്ഷെ കൊടുക്കും. എന്നാൽ ദൈവമേ, മറ്റുള്ളവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, മറ്റുള്ളവരെ അനുഗ്രഹിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറ്റുള്ളവരെ നിങ്ങളിൽ കൂടെ അനുഗ്രഹിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാം. വചനദീപം